നേരെ നടക്കാൻ തുടങ്ങിയിട്ട് ഒരു ലൊക്കേഷൻ നോക്കിയിട്ട് കണ്ടില്ല, എല്ലായിടത്തും നോക്കുന്നുണ്ട്, പക്ഷേ എവിടെയും ഒന്നുമില്ല. എന്തോ ലൊക്കേഷൻ ക്ഷാമം. അതായത് വെറുതെ ഇത് ഈ ട്രൈപ്പോഡും കൂടെ വെച്ചിട്ടൊരു വീഡിയോ എടുക്കാനാണ്, ഒരു സ്ഥലം കിട്ടുന്നില്ല. ബൈ ദ വേ, ഇനി പറയാനുള്ള കാര്യത്തിലേക്ക് ഞാൻ വരാം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ പാർട്ട് ടൈം ജോലിയെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ വീഡിയോ എന്തോ പതിവിന് വിപരീതമായി കുറച്ചധികം ആൾക്കാർ കണ്ടതുകൊണ്ട് തന്നെ പലർക്കും വന്നൊരാശയമാണ്, എങ്ങനെയാണ് ഇത്രയും ചിൽ മോഡിൽ ഒരു ജോലി സ്ഥലത്താവാൻ പറ്റുന്നത്, അതും പാർട്ട് ടൈം ജോലി വെച്ചിട്ട്. സംഭവം സിമ്പിളാണ്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അവസാനം വരെ പറ്റിയാൽ കണ്ടാൽ സന്തോഷം. സോ ഈ പറയുന്ന കമ്പനി തുടങ്ങിയപ്പോൾ അവിടെ ആദ്യമായി അവർ റിക്രൂട്ട് ചെയ്ത ആളുകളിൽ പെടുന്ന ഒരാൾ ഞാനാണ്. ഇനി ആ കൂട്ടത്തിലുള്ള അവസാനത്തെ ആളും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു അപ്പർ ഹാൻഡ് എനിക്കുണ്ട്. അതേപോലെ തന്നെ ഞാൻ അവിടെ ജോലിക്ക് റിക്രൂട്ട് ചെയ്ത സമയം, എന്നെ അവർ ജോലിക്ക് റിക്രൂട്ട് ചെയ്ത സമയത്ത് എന്നെ അവർ റിക്രൂട്ട് ചെയ്തത് ഏറ്റവും ലോ ഗ്രേഡിലേക്കാണ്. അതായത് അവിടെ കുറേ പരിപാടികൾ ഞാൻ കാണിച്ചില്ലേ, അതിനകത്ത് തന്നെ ഏറ്റവും ലോ ഗ്രേഡിലേക്കാണ് എന്നെ റിക്രൂട്ട് ചെയ്തത്. പിന്നെ ഗ്രാജുവലി എനിക്കൊരു കാര്യം മനസ്സിലായി, ആ നിന്നോട് തന്നെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ എത്രയും വേഗം ബൈ ബൈ പറഞ്ഞ് ഇറങ്ങേണ്ടി വരും. അതായത് കൂടെയുള്ള ചില അത്രയും എഫിഷ്യൻ്റ് അല്ലാത്തവർ ഇങ്ങനെ പയ്യെ അവർ ബൈ ബൈ പറഞ്ഞ് വിടുന്നത് കണ്ടപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ ലക്ഷം ചിരണ്ടുന്ന ആളായതുകൊണ്ട് എൻ്റെ കാര്യം മനസ്സിലായി, എങ്ങനെയും എൻ്റെ ഒരു മാർക്ക് കമ്പനിയിൽ ഉണ്ടാക്കണം, അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചനയിൽ എനിക്ക് തന്നെ ഒരു ഇതാണ്, എനിക്ക് തന്നെ തോന്നിയൊരു പരിപാടിയാണ് പറ്റാവുന്നത്ര സ്കില്ല് അവിടെ നിന്ന് തന്നെ അങ്ങനെ സെറ്റ് ചെയ്യുക. അതിന് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പറഞ്ഞിട്ടുള്ള പണി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ അടുത്തുള്ള വേറെ കുറേ പരിപാടികൾ നടക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. ഓരോരുത്ത് പോവും, അവരുടെ കൂടെ നിൽക്കും വായം പൊളിച്ച്. എന്നിട്ട് അവരൊക്കെ ഗ്യാപ്പിനൊക്കെ പോകുമ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ചെയ്യാൻ നോക്കും. അവർ വരുന്നത് ശരിയാണോ എന്ന് ചോദിക്കും, അവരെ ഉറപ്പിക്കും. ചിലപ്പോൾ അവർ പറഞ്ഞു തരും, ചിലപ്പോൾ അവർ പറഞ്ഞു തരില്ല. കുറേ ആൾക്കാരുള്ളതിൻ്റെ പേരിൽ ആ ഒരു കാര്യത്തിൽ പേടിയില്ല. അങ്ങനെ ഓരോന്നായിട്ട് പഠിച്ച് ഒരു 7-8 മാസത്തിൽ അവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും ഞാൻ അങ്ങോട്ട് പഠിച്ചു. അവിടെ ഇപ്പോൾ എന്തൊരു പരിപാടി ആയാലും ശരി, എന്നെ വിളിച്ചാൽ അവർക്കറിയാം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന്. കാരണം എൻ്റെ കൂടെ റിക്രൂട്ട് ചെയ്ത് എല്ലാവരും പിരിച്ചു വിട്ടു, ഞാൻ മാത്രമുണ്ട്. ഞാൻ ഒറ്റ കാരനെ അവിടെ ഇപ്പം ഉണ്ടായിരുന്നുള്ളൂ. എന്നിപ്പോൾ ഈ ഒരു സെക്ഷനിൽ ആൾ കൂടുതലുണ്ടെങ്കിൽ എന്നെ നേരെ അങ്ങോട്ടേക്ക് ഇടാം, മറിക്കാം, എന്നെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അത്രയും ഫ്ലെക്സിബിളായി ഞാൻ അവിടെ. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എപ്പോഴൊക്കെ വേക്കൻസി ഉണ്ടോ അപ്പോൾ ജോലിക്ക് പോവാം. അതുപോലെ തന്നെ ഞാനാണ് ഇപ്പോൾ ആ കമ്പനിയിൽ ആകെപ്പാടെ പാർട്ട് ടൈം ചെയ്യണം ഒരേ ഒരാൾ, ബാക്കി എല്ലാവരും ഫുൾ ടൈമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതന്നെ ഒരു കാരണം, ഞാൻ അവിടെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഗ്രേഡിലേക്ക് എന്തൊക്കെയോ ഭാഗ്യത്തിൽ ആ സമയത്ത് ഒരു പൊട്ടത്തരമായ ചിന്തയിൽ അങ്ങോട്ട് എത്തി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. അതേപോലെ തന്നെ ഈ ഇനീഷ്യൽ ടൈമിൽ ഭയങ്കര ഷിഫ്റ്റ് ആയിരുന്നു എൻ്റെ അവസ്ഥ. അവിടെ ഉണ്ടായ മാനേജർമാരാവട്ടെ, കൂടെ ജോലി ചെയ്യുന്നവരാവട്ടെ, ഇഷ്ടം പോലെ വൃത്തികെട്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അപ്പൊക്കെ നിർത്തിപ്പോവാം എന്നൊരു മൈൻഡ് സെറ്റിലൊക്കെ നിന്നിരുന്നെങ്കിലും കൂടെയുള്ള കൂട്ടുകാരന്മാർക്ക് ജോലി കിട്ടാണ്ട് തെണ്ടണത് കണ്ടപ്പോൾ ആ തീരുമാനം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ഇച്ചിരി കൂടി ചിലപ്പോൾ സഹിച്ചിരുന്നുവെങ്കിൽ എടുത്തേനെ. അതേപോലെ തന്നെ ഞാൻ എന്തുകൊണ്ട് ഇത്രയും ചില്ലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒറ്റ കാരണത്താലാണ്. എന്നെ പലരും ട്രീറ്റ് ചെയ്ത പോലെ ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഏതെങ്കിലും ദിവസം ഇവരൊക്കെ വല്ല മാനേജർമാരോ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവരുടെ കൂടെ ഉള്ളവരെയും ഇങ്ങനെ തന്നെയായിരിക്കും ട്രീറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് അതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടും എല്ലാവരും മനസ്സിലാക്കി അവരുടെ കൂടെ ജോലി ചെയ്താൽ ഇച്ചിരി കൂടി വർക്ക് പ്ലേസ് ഹാപ്പി ആക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എവിടെയോ അങ്ങനെയൊക്കെയോ കേട്ടതൊക്കെ ഉള്ളത് കൊണ്ടും അത് പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടും അങ്ങോട്ട് ചെയ്തു നോക്കുന്നു. സോ ഫാർ എവരിത്തിങ് ഈസ് ഫൈൻ. അതങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. നമ്മളെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാം. അതാണ് എൻ്റെ സ്റ്റുഡിയോയിലും നടന്നത്. കുറേ പേര് പറഞ്ഞാൽ നീ അതല്ല എനിക്കിതേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞവരുടെ മുന്നിൽ കൂടെ തന്നെ അവിടെ ചെയ്യാനായിട്ട് ഏറ്റവും പെയ്ഡായിട്ട് കിട്ടുന്ന ഫോട്ടോഗ്രാഫർ ആവാൻ പരിപാടി വരെ ഞാനങ്ങോട്ട് ആയിക്കൊടുത്തു. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. ഇതെങ്ങനെ സാധിച്ചു എന്നാണ് അവരൊക്കെ എന്നോട് ചോദിക്കുന്നത്. അതിന് എനിക്കും വലിയ ഇതൊന്നുമില്ല. നമ്മൾ ഒരാൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളങ്ങോട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഗ്രാജുവലി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ച് അവസാനം ഇപ്പോൾ ഈ പറയുന്ന പൊസിഷനിലും കൂടെ എത്തി. ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുക, ഒരു 19 ആൾക്കാരുണ്ടാവും, അവർക്കൊക്കെ എന്തൊക്കെ ചെയ്യേണ്ട ടാസ്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുക, അവരുടെ കൂടെ ജോലി ചെയ്യുക, അവരുടെ കൂടെ ഉള്ള ഒരാളാണെന്ന് അവരെ തന്നെ വിശ്വസിപ്പിക്കുകയല്ല, അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ വർക്ക് പ്ലേസ് ഭയങ്കര സെറ്റാവും. അപ്പോൾ അത് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് എൻ്റെയും കൂടി പ്രശ്നമായിട്ട് കാണാം. അങ്ങനെ ഓരോരോ പരിപാടികളൊക്കെ ചെയ്ത്
ഭയങ്കര ഹാപ്പി ആയിട്ട് പോകണു. പിന്നെ ജോലി സ്ഥലത്ത് നമ്മൾ സ്ട്രെസ് അടിച്ച് ചാവണമെന്നൊന്നുമില്ലല്ലോ. അങ്ങനത്തെ അവസ്ഥയിൽ ഞാൻ ഇരുന്നിട്ടുണ്ട് അതേ കമ്പനിയിൽ, അതല്ലാതെ വേറെ കുറേ കമ്പനികളിൽ. പക്ഷേ ഇവിടെ എന്തോ ഇപ്പം അത് എൻ്റെ സ്പേസിൽ അങ്ങനെ ആരും കഷ്ടപ്പെടണ്ട എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിന് പുറത്ത് ഞാൻ അങ്ങോട്ട് കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ. അതാണ് ആ സ്റ്റുഡിയോയിൽ കാണുന്ന എല്ലാ പരിപാടികളും. അവിടെ ഇനിയും കുറേ ആൾക്കാരെ കാണിക്കാനുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്ന സാധനം ഒരു പരിധി വരെ ഞാൻ അനുസരിച്ചേ പറ്റൂ. എന്ത് വലിയ ആളാണെന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും അങ്ങോട്ട് കാണിക്കാത്തതും എല്ലാ പരിപാടികളും അവിടുത്തെ കാണിക്കാത്തതും. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഒരു സുഖം. ഇതെന്തത്? ഓക്കെ, ഇനി ഞാൻ നിങ്ങളെ വേറെ കുറച്ച് ആൾക്കാരെ കാണിച്ചുതരാം. ജോലി സ്ഥലത്തിനെ കുറിച്ച് മിണ്ടാണ്ടിരുന്നോ? ജോലി സ്ഥലത്തിനെ കുറിച്ച് ഇത്രയൊക്കെ എനിക്ക് കാര്യങ്ങൾ പറയാനുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതേപോലെ തന്നെ സൺസെറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഈ പറയുന്ന വെളിച്ചം കാര്യങ്ങളൊക്കെ പോവും. പിന്നെ സമയം ഇപ്പോൾ 7 മണി ആയിട്ടുണ്ട് വൈകുന്നേരം. കിളികൾ. ഓക്കെ, ഇപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു ഭാഗത്ത് പോൾട്രി സെറ്റപ്പ് ഉണ്ട്. അതായത് ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ട്. കോഴി, കളക്കങ്ങൾ, ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള കളറുകളാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇവിടെ കണ്ടില്ലേ, കോഴിച്ചേട്ടന്മാർ, കളക്കങ്ങൾ, ഇതിനകത്ത് സിൽക്കി കോഴിയുണ്ട്, ഗിനിക്കോഴിയുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ക്രസൻ്റ് ഉണ്ട്. ഈ കൂട്ടിൽ ക്രസൻറ്റുകൾ ഉറപ്പുണ്ട് അറ്റത്തായിട്ട്. ഇതൊക്കെ കാണാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷെ ഞാൻ കാണിച്ചിരുന്നു നിങ്ങൾ. അവിടെ ക്രസൻ്റ് ഓടി നടക്കുന്നുണ്ട്. അതേപോലെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇതെന്ത് താറാവ്? ഇത് വേറൊരു ടൈപ്പ് താറാവ്. ഇത് നമ്മുടെ കൊത്തുകോഴിയാണെന്ന് തോന്നുന്നു. അസീലിനേക്കാൾ ഇച്ചിരി ഇറച്ചി കൂടുതലുള്ള കോഴി. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? നമുക്ക് ഇവിടെ കളക്കല്ലല്ലോ, ഇത് നമ്മുടെ വാത്തയുടെ തന്നെ വേറെ ടൈപ്പ്. ഇത് വേറെ ഏതോ ഒരു തരം താറാവ്. പക്ഷെ ആ താറാവ് കൊള്ളാം കേട്ടോ. ഇവരൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പിടിക്കും ഓരോ പരിപാടികൾ ചെയ്യാനായിട്ട്. ഇപ്പം എന്തായാലും ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ ഇറങ്ങി ലൊക്കേഷൻ തപ്പി ഒന്ന് ഇവരുടെ ഒച്ചയിട്ട് ഡിസ്ട്രാക്റ്റ് ആയി ഒന്നും പറയണ്ട. അപ്പോൾ അത്രയൊക്കെയാണ് എൻ്റെ ജോലി സ്ഥലത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നു. അവർ എൻ്റെ അടുത്തും അതേപോലെ തന്നെ നിൽക്കുന്നു. അതാണ് അതിൻ്റെ ഇത്. പിന്നെ എൻ്റെ ആ കമ്പനിയിലുള്ള മുതലാളിമാർക്ക് അറിയാം എത്ര വൃത്തികെട്ട സിറ്റുവേഷനിൽ എന്നെ അവിടെ കൊണ്ടിട്ടാലും എനിക്കത് എങ്ങനെയും നടത്തിയെടുക്കാൻ പറ്റുമെന്ന്. കാരണം there was a point when I was doing something when everyone said no. എല്ലാവരും ഒരുമാതിരി ജാടിട്ടപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഒരു 4-5 ആൾക്കാരുടെ പണി കട്ടയ്ക്ക് അങ്ങോട്ട് ചെയ്തു. പക്ഷെ അന്ന് ഞാൻ ചത്തെങ്കിലും അത് എൻ്റെ ഒരു ഇമേജ് ആ കമ്പനിയിൽ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് എപ്പോഴൊക്കെ ജോലി ചെയ്യണം, അതായത് ഇപ്പോൾ എനിക്ക് ജോലി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോയി ജോലി ചെയ്യാം എന്നൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതേവരെ അങ്ങനെയായിരുന്നു. ഇനി വേണമെങ്കിൽ ആ കമ്പനിക്കാർക്ക് എന്നെ പിരിച്ചുവിടാം. കാരണം അവർ എന്നെ ജീവിതകാലം മുഴുവൻ പോറ്റുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതേപോലെ എൻ്റെ പ്രൊഫഷനായിട്ടൊരു ബന്ധമില്ലാത്തൊരു കമ്പനിയാണ്. ഞാൻ മെഡിസിൻ പഠിക്കുന്നു, അത് വേറൊരു സെറ്റപ്പ്. അപ്പോൾ എന്ത് ഞാൻ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ അങ്ങോട്ട് ചെത്തി മിനുക്കി ഓരോ സ്കില്ല് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. അത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ വേറെ എന്താ, വേറെ ഞാൻ ആലോചിക്കട്ടെ എന്തെങ്കിലും നിങ്ങളോട് പറയാനുണ്ടോ എന്ന്. പാർട്ട് ടൈം ജോലിനെ കുറിച്ച് ഇനി വേറെ വീഡിയോസ് ഞാൻ കുറേ ചെയ്യാം. ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ജോലി സ്ഥലത്തിനെ കുറിച്ച് പറയാനായിട്ട്. സൂര്യൻ താഴ്ന്നു തുടങ്ങി കേട്ടോ. അവിടെ സൂര്യൻ താഴ്ന്നു തുടങ്ങി. ഇനി അധികം സമയം നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഈ അതിമനോഹരമായ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കും വരും ഇങ്ങനത്തെ അവസരം. ആരും ഒന്നുകൊണ്ടും പേടിക്കേണ്ട. കീപ്പ് ഓൺ ട്രൈയിങ് അണ്ടിൽ യു റീച്ച് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ കൊച്ചു ഇന്ത്യയിൽ നടക്കണേ? കേരളം എന്ന് പറയണമെന്നായിരുന്നു, ബട്ട് ഇന്ത്യയിലാണല്ലോ ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ സംസാരിക്കുന്നത്. കേരളത്തിൽ ഒരു കാര്യം പറയാം, നമ്മുടെ ശരിയായില്ല, എന്നാലും എന്തൊക്കെയൊരു സിനിമയുടെ പേരിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കണേ. അവിടെ കാണിച്ച ഇൻട്രസ്റ്റിൻ്റെ 1/3 പകുതിയെങ്കിലും ഇപ്പോൾ തെലങ്കാനയിൽ നടന്ന ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, ഫോറസ്റ്റിൻ്റെ, അവിടെ കാണിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നടത്താൻ പറ്റും. പറഞ്ഞിട്ട് കാര്യമില്ല, അത് ചെയ്യാൻ പാടില്ലാത്ത ഇത് അവർ ചെയ്തു തീർത്തു, പരിപാടി കഴിഞ്ഞു. പക്ഷേ ഇവിടെയൊക്കെ ഓരോരുത്തരും മരം വെച്ച് പ്രാതുരിച്ചുകൊണ്ട് നടക്കണേ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു സിനിമയുടെ പ്രശ്നവും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വലിയ പ്രശ്നം. അതല്ലാതെ ഒരു കാട് വെട്ടിത്തെളിച്ചതൊന്നും ഒരു പ്രശ്നമല്ല. എന്ത് പറയാൻ. എന്തായാലും നിങ്ങളെക്കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യും. എന്നെക്കൊണ്ട് എന്തായാലും ഒന്നും ചെയ്യാനില്ല. ഇതൊക്കെ കാണാം, പുറത്തുനിന്ന് കൈ തട്ടാം. ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ കാണാൻ സാധ്യതയുണ്ടെങ്കിൽ ചെയ്യുക. ചെയ്താൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ കുറച്ചും കൂടി കാലം കഴിഞ്ഞാൽ ഹിസ്റ്ററി ബുക്കിൽ ഇന്ത്യനെ കുറിച്ചും കൂടി നമ്മൾ വേറെ രീതിയിൽ പഠിക്കേണ്ടി വരും.